വേണ്ട നമ്മുടെ ചെറുക്കം വരുന്നു. നമ്മളിതാ മൈസൂർ ആർട്ട് റിസോർട്ട്സിലാണ്. സെക്കൻഡ് എന്താ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർക്ക് ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി നൈസായിട്ട് അവിടെ ഒന്ന് കയറ്റി നിർത്തണം. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. പിള്ളേരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നൈസായിട്ട് നേരെ കൂർഗിലോട്ട് പോകണം. ദാൽ പാക്കേജർ അജുൻ്റെ കൂടെ സാർ എല്ലാവരും കൂടി പിള്ളേരെല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ കൂർഗിലോട്ട് പോകാൻ പോകണം. മൈസൂരാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൂർഗിൽ പോയിട്ട് അവിടെ നമുക്ക് ഏകദേശം ഒരു 3 പ്ലേസ് വിസിറ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ സമയം ഏകദേശം വന്നിട്ട് ഒരു 9 മണിയുണ്ട്. അപ്പോൾ കയറാം, വേഗം വണ്ടി എടുത്ത് വിടുക. അതൊക്കെയാണ് പരിപാടീസ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മൈസൂരുണ്ടായിരുന്നു. മൈസൂർ കറങ്ങിയതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ആരെങ്കിലും കാണാൻ മിസ്സില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഉല്ലാസ് വ്ലോഗ്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ജോൺസ് ആയിട്ട് എന്താണ്ട് ഒന്ന് അങ്ങനെ അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് പിള്ളേരെല്ലാം കയറ്റിയിട്ട് നൈസായിട്ട് വിടാം. അജ് ഒന്ന് അപ്പോൾ സെറ്റ് ചെയ്യാം. നമ്മളങ്ങനെ വണ്ടി എടുത്തിരിക്കുന്ന കൂർഗിലേക്ക് ഏകദേശം 2 മണിക്കൂറോളം ടൈം ഉണ്ട് നമുക്ക് അവിടെ എത്താൻ. 2 മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുന്നതായിരിക്കും. ചെയ്യാം ബാക്കി എല്ലാവരും നമുക്കിനി ബാക്കി വിശേഷം ഓൺ ദ വേ നമുക്ക് സെറ്റാണ്. നമ്മളങ്ങനെ എണ്ണ അടിക്കാൻ നിർത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10,000-ൻ്റെ അടുത്ത് എണ്ണ കയറേണ്ടതാണ് നമ്മുടെ വണ്ടിക്ക്. ഉള്ളിൽ പാട്ട് കിട്ടുന്ന സമയത്ത് അധികം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഫ്രണ്ടിക്ക് നിൽക്കാം, കോപ്പിറൈറ്റ് അടിച്ച സീനാണ്. എന്തായാലും സ്പീഡ് ബോംബിലെ കയറ്റിയത്. സാധാരണ നമ്മൾ നേരെ കയറ്റും. ഇപ്പോൾ നേരെ കാണാനല്ല, അല്ലെങ്കിൽ ജിയോ സ്പീഡ് ബോംബിലാണ് അടുത്താണ് കയറ്റിയത്. അപ്പോൾ ഫുൾ ടാങ്ക് അത്യാവശ്യം എണ്ണ വിലക്കുറവാണല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ഫുൾ ടാങ്ക് ആക്കിയിട്ട് എല്ലാ തവണ ഫുൾ ടാങ്ക് ആക്കാനാണ് ചെയ്യൽ. ഇത്തവണ ഫുൾ ടാങ്കാണ്. ഇത് വെയിറ്റ് ചെയ്യാം. ഏകദേശം 131 ലിറ്ററോളം കയറി 18,400 സംതിങ്ങിന് എണ്ണ ഫുള്ളാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി. അത് കാണണ്ട. നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. അവിടെ അല്ലേ നമ്മളങ്ങനെ ഗോൾഡൻ ടെമ്പിളിലെ പാർക്കിങ്ങിലേക്ക് വരുന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇറക്കിവിടൽ റിസ്ക്കാണ്. അവിടെ കൊണ്ടേ പാർക്ക് ചെയ്യാം. ലെഫ്റ്റ് പാർക്ക് റൈറ്റ് പാർക്ക് ചെയ്യുന്നുണ്ടാവുന്ന അവിടെ സുഖമായിട്ട് നിർത്തിയിടായിരുന്നു. അവിടെ അല്ല, അവിടെ ലെഫ്റ്റിനെ കണ്ട് റൈറ്റ് സാധാരണ നിർത്തിയിടാൻ. പാർക്കിൽ വന്ന് നിന്നപ്പോഴേക്കും നമുക്ക് ലെജൻഡിൻ്റെ ഒരു 3 വണ്ടി ഉണ്ട്. പിന്നെ പ്ലാറ്റിനത്തിൻ്റെ പുതിയ BS6 വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി തൊട്ടപ്പുറത്താണ് HNS ചോക്ലേറ്റ്, ബ്രഹ്മ ഉണ്ട്, പിന്നെ റോയൽ ഡ്രീം ഉണ്ട്. നമ്മളവിടെ സ്റ്റേ ഉണ്ടായിരുന്നു, നമ്മുടെ കൂട്ടത്തിൽ സ്റ്റേ ഉണ്ടായിരുന്ന വണ്ടിയാണ് അവിടെ റോയൽ ഡ്രീം നിൽക്കുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി കഴിഞ്ഞിട്ട് അവർ നമ്മുടെ അജു കൂട്ടിക്കൊണ്ടുപോയിക്കോളും. അജു കൂട്ടിക്കൊണ്ടുപോയിട്ട് നമുക്കിനി വേറെ പണിയൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഉണ്ട് കാര്യം നോക്കാം. അതുപോലെ തന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ട് ഇവർക്കുള്ളതാവണം. ഡിഗിങ്ങും മണ്ണ് കൊടുത്ത് മുട്ടലൊക്കെയായിട്ട് കുറേ പരിപാടി നടക്കുന്നുണ്ട്. എനിവേ സംഗതി പാർക്കിങ് ഇത്തവണ നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ അല്ല കയറ്റിയത്, നേരെ ആ സൈഡിൽ കൂടെ വരിക ചെയ്ത്. തിരക്ക് കുറവുള്ള കാരണം ഈ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്തിട്ടില്ല. എന്തായാലും ഓൾ സെറ്റ്. എല്ലാവരും വന്നിട്ട് നോക്കാം. പാർക്കിങ്ങിലേക്ക് വണ്ടികൾ നിരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ വണ്ടിയൊക്കെ പണി കിട്ടാനുള്ള പണിയായിട്ട് നമ്മുടെ RTOയും വന്നിട്ടുണ്ട്. കർണാടക RTOൻ്റെ വണ്ടി. സംഗതി വേറെ ഒന്നുമല്ല, നമ്മൾ ഓൾറെഡി ടാക്സ് അടച്ചാണ്. പക്ഷേ RTOൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ പോകുന്ന വഴിക്ക് തടുത്തു. 500 രൂപ മാമൂലായിട്ട് കൊടുക്കേണ്ടിരുന്നു. കണ്ടോ, RTO നിൽക്കുന്നു, വാങ്ങുന്നു, പൈസ വാങ്ങുന്നു, പിരിക്കുന്നു, തിന്നുന്നു. എന്തായാലും ക്യാമറ അധികം കാണിക്കണ്ട, അവർ ആട്ടിക്കൊന്നു ഏറ്റവും. ഹെഡ്ജറിൻ്റെ വണ്ടി നമുക്ക് നേരെ പുറത്തേക്ക് കയറാം. എന്നിട്ട് സംഗതി നമ്മൾ വരുന്ന വഴിക്ക് നമ്മളെ തടുത്തു. 1000 ചോദിച്ചു, 500 കൊടുത്തൊഴിവാക്കി. എന്താ വെച്ചാൽ അതാണ്, ഇത് എങ്ങനെ വന്നാലും പൈസ കൊടുക്കുക എന്നുള്ള അവസ്ഥയാണ്. എന്താ ചേട്ടാ അവിടെയൊക്കെയാണ്. ഇവിടെ ഡ്രസ്സിങ് സെക്ഷനാണ്, ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് നോക്കി നോക്കാം. പർച്ചേസിന് വേണ്ടിയിട്ട് അവരുടെ തനതായ സ്റ്റൈലിലുള്ള ഡ്രസ്സുകൾ, ക്ലോത്ത് ഐറ്റംസ്, അത് മുകളിൽ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അങ്ങനെയെല്ലാമായിട്ട് കുറേ സംഗതികളുണ്ട്. അങ്ങോട്ട് പോയിണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും നൈസായിട്ട് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിലെ ഉള്ളിലോട്ട് സംഗതി അങ്ങനെയൊക്കെ ഇഷ്ടം. എന്തായാലും ആൾക്കാർ ഫുൾ ഇന്ന് അത്യാവശ്യം തിരക്ക് തുടങ്ങിയിരുന്നു. മിക്കവാറും മറ്റേ ഗേറ്റിൽ പോക്കണം. നോക്കിയേക്കാം. സംഗതി എങ്ങനെ ജോൺസെറ്റ് 2 ചന്ദനത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്. ഒപ്പിച്ചല്ല വാങ്ങിച്ചാണ്. ഒരെണ്ണത്തിൽ 50 രൂപ കേട്ടോ വരുന്നത്. 100 രൂപ വരുന്നുണ്ട്. പിന്നെ വേറെ ഐറ്റം ഉണ്ട്. ഇത് ഞാൻ സാമ്പിളിന് എടുത്താണ്. സാമ്പിൾ കിട്ടില്ല, പക്ഷെ അവിടെ വെറുതെ പറയുന്നുണ്ട്. 40, 50,
ചെറുത് മതി. ഇത് പാകാവും എഡിഷനിങ് അല്ലേ? അതാവും. അപ്പോൾ ഇത് കത്തിച്ച് നോക്കണം. നമുക്ക് മണത്തോട്ട് സംഗതി മണത്ത് നോക്കിയിട്ടൊന്നും ഇല്ല. സംഗതി എന്തായാലും നമുക്ക് കത്തിച്ച് നോക്കണ്ടേ. 51 50 രൂപ അത് മേടിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരുപാട് സംഗതികളുണ്ട്. ഒരു സാൻഡിൽ സംഗതി, ചന്ദനത്തിരികളുടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സംഗതികളുണ്ട്. ഒരുപാടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത തവണ ഓരോ തവണ വരുമ്പോഴേക്കും ഓരോ തവണ നമുക്ക് മാറ്റി എടുക്കാം. അപ്പോൾ അടിപൊളിയാവും. ഇവിടെ നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ഈ ഈശ്വറിയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? പല വെറൈറ്റീസ് ഓഫ് ഡ്രീം ക്യാച്ചസ് ഉണ്ട്. പക്ഷെ മെയ്ഡ് ഇൻ ചൈനയാണ് സംഗതി. ഓക്കെ, അടിപൊളി. ഇവിടെയുണ്ട്, ഈ ഒരു സൈഡിലും ഉണ്ട്, ഈ ഒരു സൈഡ് ഫുള്ളുണ്ട്. ഇത് നല്ല സംഭവം കാരണം അടിപൊളിയാണ്. സംഗീതത്ത് നായ എന്തായാലും ചവിട്ടി അടിയല്ല. സംഗതി കടി എവിടുന്ന് വരാൻ പറയാൻ പറ്റില്ല. ഐസ്ക്രീം വട ഈ മുക്കിലുണ്ടെന്ന്. ഐസ്ക്രീം ചായേ അടുത്ത ലക്ഷം ഐസ്ക്രീം. ഇത് കത്തിച്ച് നോക്കിയിട്ട് നല്ല മണം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത തവണ വരുമ്പോൾ ഇത് വാങ്ങാം. നമ്മൾ ഓരോ തവണ ഓരോ ഫ്ലേവേഴ്സ് ടെസ്റ്റ് ചെയ്യണം, എങ്കിലേ അത് വെറൈറ്റി ആവും. ഈ കഫേസൊക്കെ ഫുള്ളായി. എന്തായാലും ഈ ഒരു സൈഡ് അവിടെയാണ് ഇഷ്ടംപോലെ ഡ്രീം ക്യാച്ചസും കാര്യങ്ങളെല്ലാം കിട്ടുന്ന കഥ. നമ്മൾ കുൽഫി എടുത്തിട്ടുണ്ട്. ഇവിടെ അറേബ്യൻ ഡിലൈറ്റ്സ് എക്സ്ട്രാ ഐസ്ക്രീം പുതിയതെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ കൂടെ ഇത് 2.50 അല്ലേ റേറ്റ്? 2.50. ഇതിൻ്റെ കൂടെ ഒരു സ്റ്റീൽ സ്പൂൺ കിട്ടിയിട്ടുണ്ട്. അതൊരു ലാഭം. സംഗതി എന്തായാലും ഇത് കഴിച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം. ഇപ്പോഴും വേസ്റ്റ് ബാസ്കറ്റ് കൊണ്ടുപോകണം കേട്ടോ. അനാവശ്യമായിട്ടൊന്നും അവിടെ എവിടെയും കൊണ്ടുപോയി കളയരുത് ഒരിക്കലും. ഓക്കെ, ഇത് വന്നിട്ട് നമ്മുടെ ഒരു പാക്കിൻ്റെ ടേസ്റ്റ് കേട്ടോ. പക്ഷേ ഇത് നൈസാണ്. ഇത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഇഷ്ടപ്പെടുക. എനിക്ക് ഈ ഫ്ലേവേഴ്സ് കുഴപ്പമൊന്നുമില്ല. നല്ല ഫ്ലേവറാണ്. ഇനി ട്രൈ ചെയ്ത് നോക്കാം. 50 രൂപയാണ്. 50 രൂപയ്ക്കുള്ള വേർത്തിട്ട് ഒപ്പണിയാണ്. ഈ ഡപ്പ എന്തൊക്കെ ഉണ്ട്. അയ്യോ, ഡപ്പയുടെ അടപ്പ് ഞാൻ വലിച്ചെറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇന്നലെ യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ അടപ്പ് വലിച്ചെറിഞ്ഞത് ഇത് കഴിച്ചാണ്ട്. അപ്പോഴേക്ക് ലെജൻ്റെ വണ്ടികൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ളൂ സംഗതി ബാംബു ഫോറസ്റ്റിൻ്റെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലം കൂടി കൊടുക്കാണ്ട്. അത് അവിടെ നമ്മൾ ഇത്രയും കാലം കൂർഗിൽ വന്നിട്ട് പോവാത്ത സ്ഥലങ്ങളാണ്. ഓക്കെ, ശരിയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം പതുക്കെ വണ്ടി എടുത്തു. ഒരു 1:15 ആയിട്ടോ. 1:15 കഴിഞ്ഞു. ഓൺ ഗോൾ. എന്താ ഉച്ചയ്ക്ക് തിന്നാൻ? ബിരിയാണി. ഓ ഗൈസ്, ബിരിയാണിയാണ് ഗൈസ്. ഭക്ഷണം കഴിക്കേണ്ടവിടെ നമ്മൾ എത്തിയിരിക്കുമ്പോഴേ അപ്പോഴേക്കും ഇവിടെ അതാ ഇഷ്ടം പോലെ ഉണ്ട്. ഷെർലോക്ക് ഉണ്ട്, മലർവാടി ഉണ്ട്, ഉണ്ട്, സൂര്യ ഉണ്ട്, തൈൻ അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. അതിൽ ഇവന്മാരൊക്കെ ഉണ്ട്. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ സ്പേസ് ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഭക്ഷണം കഴിക്കണം. ബിരിയാണിയാണ് നമുക്ക് ഉച്ചക്ക് ഫുഡ് വന്നിട്ടുള്ളത്. എന്തായാലും കുറച്ച് തിരക്കുണ്ട്. അപ്പോൾ അതൊന്നും ഒഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾക്കാർ ഇപ്പോൾ ഇറക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇറക്കാനേ പറ്റും. ഇത് ഓൾ സെറ്റ് സുൽത്താൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. പിന്നെ സൂര്യയുടെ വണ്ടി. അങ്ങനെ ഓൾ സെറ്റ്. നമ്മുടെ ആൾക്കാർക്ക് ഫുഡ് കൊടുത്തു തുടങ്ങി. ബിരിയാണിയാണ്, റൈസ്, ചിക്കൻ, അച്ചാറ്, കച്ചമ്പ്. ഇത് മൊത്തം നിൽക്കുന്നത് നമ്മുടെ പിള്ളേരാണ്. ഏകദേശം നല്ല തിരക്കുണ്ട്. ഏകദേശം 6-7 വണ്ടിയോളം ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഇത്രയും തിരക്ക് വരാനാണ്. അല്ലെങ്കിൽ അധികം തിരക്കൊന്നും ഉണ്ടാവാറില്ല. ഇവിടെ എപ്പോഴും തന്നെയാണ് തിരക്ക് കൂടുതലാണ്. ഞാൻ റൈസ് കൊടുക്കുമ്പോഴേക്കും സംഗതി ഇവിടെ ബിരിയാണിക്ക് ഫസ്റ്റ് ചിക്കനല്ലേ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഫസ്റ്റ് റൈസ് അല്ലേ, ഇവിടെ ചിക്കനാണ് ഫസ്റ്റ് വേണ്ടത്. എന്തായാലും കുഴപ്പമില്ല. നമ്മളങ്ങനെ ബാംബു ഫോറസ്റ്റിലോട്ട് പോകുന്നു. ബാംബു ഭക്ഷണമെല്ലാം കഴിക്കില്ല. എന്താണ് കേസ് പറയാനുള്ളത്? നമ്മളിനി ബാംബു ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ കിടക്കുള്ളത് ബാക്കിൽ സാറിന്റെ ഗാനമേള നടന്നിരിക്കുകയാണ്. സന്തോഷിക്കാതാണ്.
നാട്ടിക്കും. ഓക്കെ, നമ്മളങ്ങനെ ബാംബു ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ആ എല്ലാവരും കുലുങ്ങി ഇറക്കുന്ന വണ്ടിയില്ലേ, അതാണ്. ഇവിടെയാണ് എല്ലാ വണ്ടിയും കുലുക്കി ഇറക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്കിംഗ് കിട്ടാൻ ഇച്ചിരി പണിയാന്ന് തോന്നുന്നു, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് അവിടെ വെൻറ്റേജിൻ്റെ വണ്ടിയുണ്ട്, ഡ്രീം പാലസ് ഉണ്ട്, കൃഷ്ണഗറുടെ വണ്ടിയുണ്ട്. ഇത് നമ്മുടെ കുളപ്പള്ളിയുള്ള വണ്ടിയാണ്. അനിയത്തിൻ്റെതായ വണ്ടി. ഓട്ടെ ഓട്ടെ സഫാരിൻ്റെ വണ്ടി. ഇത് നമ്മുടെ ചിലമ്പൂരെടുത്ത് മുന്നേ ഉണ്ടായിരുന്ന വണ്ടി കേട്ടോ. ഒരു യെല്ലോ റെഡ് ഡിസൈനുള്ള വണ്ടി ഉണ്ടായിരുന്നു. രക്തബന്ധമുള്ള വണ്ടിയാണ് ഞാൻ ഈ വണ്ടി തമ്മിൽ. രക്തബന്ധമുള്ളതാണ്. പണ്ട് ട്രിപ്പ് പോകുമ്പോൾ ഞാൻ ഈ ഫ്രണ്ടിലത്തെ ഈ മുക്കത്തെ ഈ സീറ്റിൽ ഇരുന്ന് ഉറങ്ങി. ബ്രേക്ക് ഓട്ടിയപ്പോൾ ഞാൻ നേരെ താഴത്തേക്ക് ഉൾട്ട തല അടിച്ചിട്ട് വീണു. അതിൻ്റെ ഒരു പാടാണ് ഇത് ഇവിടെ ഉള്ളത്. ഈ കാണുന്ന പാടുണ്ടല്ലോ, അത് അതിൻ്റെയാണ്, മുറി അതിൻ്റെ പാടാണ്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ വണ്ടി ഫീൽഡിലോട്ട് എത്തിയത്. അങ്ങനെ ബന്ധം കൂടിയ വണ്ടിയാണ്. ഈ വണ്ടിക്കാരാണ് വണ്ടി ഫീൽഡിലൊക്കെ എത്തിയെന്ന് പറയാം. നമ്മുടെ വണ്ടി ഇതാണ്ട് ഇവിടെ നിൽക്കുന്നത്. KL 35 788 ആണ് എൻ്റെ നമ്പർ. നോ എവൻറ്റേജാ. അങ്ങനെ നമ്മൾ ഓരോ ജ്യൂസും ഒരു ബർഗറും കാച്ചുന്നു. അവന് ഷെയ്ക്കാണ്. ഷെയ്ക്കിൻ്റെ ആൾ. ഹൈവാ നമ്മൾ ബസ് വേണ്ടത് അവിടെ നിൽക്കുന്നു. നമ്മളിവിടെ ഇരിക്കുന്നു, കഴിക്കുന്നു. അവിടെ നിന്ന് തിന്നാതാണ് പരിപാടിയുള്ളൂ. വേറെ വിശേഷങ്ങളൊന്നും. നല്ല പഫ് ഷെയ്ക്ക് അടിച്ചോണ്ടിരിക്കും. യെസ്, ഞങ്ങൾ രണ്ടുപേരും തെണ്ടാൻ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഉറക്കത്തിന് ശേഷം ഒന്നത എന്നുള്ള രീതിയിൽ ഇത്ര നേരത്തെ ഒരു ചെറിയ റെസ്റ്റ്, കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ നോക്കി. ഒരു മണിക്കൂർ എല്ലാവരും ഫോണിൽ തോണ്ടിയിരുന്നു. ഇനി ഞാൻ കടകൾ തേണ്ടി ഇറക്കുക. ഡ്രസ്സ് അങ്ങനെ എല്ലാ ഐറ്റംസും കേട്ടോ. കുരുവിയായി ചന്ദനത്തിരിയായി സൗണ്ട് ഉണ്ടാവേ. മറ്റൊരു ചന്ദനത്തിരി വെക്കാൻ പറ്റില്ല. ചെങ്ങായിക്ക് ചന്ദനത്തിരിയിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. ഒക്കെ വാങ്ങിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത സ്ഥലം ഓൺ ഗോയിങ് ആണ്. ഒരു ഹോട്ടല്, അപ്പുറത്ത് കുറേ സംഗതികൾ, ഇവിടെ ഫുള്ള് സാധനങ്ങൾ. എന്ത് എടുത്താലും 10 ഏതെടുത്താലും 10 ഉള്ള രീതിയിൽ കുറേ കടകളുണ്ട്. ഓരോ ഹോർലിക്സ്, ഒരു ബൂസ്റ്റ്, ഇവിടെ ഒരു ഹോർലിക്സ്. അങ്ങനെ ഞങ്ങൾ ചായക്ക് വരും ഹോർലിക്സും ബൂസ്റ്റും. അതെ, അങ്ങനെ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഒരു ചായ കുടിക്കാൻ നോക്കിയപ്പോൾ 25-30 നമുക്ക് അത്ര ആവശ്യമില്ല. അതുകൊണ്ട് നൈസായിട്ട് സെറ്റ്. ഞങ്ങളങ്ങനെ നാരങ്ങി ഡാമിലേക്ക് കയറി പോയിട്ടാണ്. ബാക്കിൽ പാട്ട് പാടാണ്. ഈ പാട്ടിന് കോപ്പിറൈറ്റ് ആയില്ല. അത് നമുക്കൊന്നും സാധിക്കില്ല.
ബാക്കിയുള്ളവരൊക്കെ അടിച്ചു വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവര് നെയിം ബോർഡ് പാൽഗുണി ലൈൻ ബസ്സാണോ പാൽഗുണി ആ മിന്നി കച്ചുകൊണ്ടിരിക്കുന്നത്. വാ 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 ഇല്ല കുത്തില്ല ഉറപ്പാ. എടുത്തോ രണ്ട് കട്ടോളാണ് നമുക്ക്. ഗ്യാപ്പ് ഇഷ്ടം പോലെ കയറിക്കോ. പോട്ടെ 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 പോട്ടെ. യെസ് എന്തായാലും നമുക്ക് കൊണ്ടു നിർത്താൻ വേണ്ടി ലൈൻ ബസ്സാണ് ഈ പോകുന്നത്. അവസ്ഥ ആലോചിച്ചോക്ക്. കേരളത്തിലുള്ളവർക്കേ പറ്റാത്തുള്ളൂ, കർണാടക പറ്റും. ബില്ലറ്റ് 3 എണ്ണം. ഗായ്സ് ഷെർലോക്ക് വരുന്നു, സൂര്യ വരുന്നു. അവനാരാ മലയാളത്തിൽ പേര് വരുന്നു? മന്നാടിയാറ്, കുക്കു. അങ്ങനെ എല്ലാവരുമായിട്ട് ഓരോരുത്തന്മാരായിട്ട് കുറേ നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംഗതി ഇവിടെ അത്യാവശ്യം തിരക്കായുണ്ട്, അതിന് കുഴപ്പമില്ല. ചായ ടൈം. ചായ ബ്രെഡ്. ഞാൻ ചായ കുടിക്കുന്നില്ല. ചായ ഭയങ്കര സീനാണ്, കട്ട സീനാണ്. നോക്കിയിട്ടുണ്ട് നമുക്ക് നോക്കാലോ. പ്ലാസ്റ്റിക് ഗോലി സോഡ, പനീർ ഫ്ലേവർ കേട്ടോ. ഗോലി സോഡ പൊട്ടിക്ക്. ആ ഗോലി സോഡ പോയി. കുച്ചോ കുച്ചോ. ഈ കുപ്പി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ആണോ? എടുത്താ ചാണകം ഉണങ്ങിയെന്ന് മനസ്സിലാ. അങ്ങനെ നമ്മളിതാ വണ്ടി എടുത്തിരിക്കുകയാണ്. സാരിപ്പ് പോകണം, അതിൻ്റെ മുമ്പ് നമുക്ക് കൊടുക്കണം. DJ കൊടുക്കാണ്ട്. അയ്യോ അതെ, സാരിപ്പോടെ മുമ്പ് പോകാൻ പറ്റുമോ? അവര് DJ കൊടുക്കണതിന് മുമ്പ് നമുക്ക് കൊടുക്കണം. അധികം നേരം വഴിക്കണം, കാരണം DJക്ക് 5-6 വണ്ടി ഒരുമിച്ച് കയറണം. ഓക്കെ നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നു. 5 വണ്ടിത്തെ ഗേൾസ് കോളേജ് എന്തോന്ന്. നമ്മൾ DJ കൊടുക്കാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അഫയറിൻ്റെ പ്രഭാസുണ്ട്, നമ്മുടെ ബാക്കി അപ്പുറത്തൊരു 3-5 വണ്ടികളുണ്ട്. ഒരു 8 വണ്ടി നമുക്ക് ഒരുമിച്ച് DJക്ക് കയറ്റാൻ പറ്റും അവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രീഫ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ 8 വണ്ടി ഓരോ കോളം വയസ്സാണ് DJ കൊടുക്കുക. അപ്പോൾ അധികം അലമ്പുണ്ടാക്കാത്ത രീതി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രീഫിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇറക്കിയിട്ട് നമുക്ക് DJ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഗായ്സ് ഞങ്ങൾ ഓഫ് റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡിൻ്റെ ഡ്രൈവറെ കണ്ടേ മടി ഭയങ്കര മടിയായിരുന്നു. ഒരു പാക്കേജർ ഇവിടെ ഉണ്ട്. നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് ഇതാ എത്തിയിരിക്കുന്നു. സമയം ഏകദേശം 10 മണിയായി. DJ എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും 10 മണി ഏകദേശമായി. അപ്പോൾ കഴിഞ്ഞാൽ അപ്പുറത്ത് നിർത്തിയത്, തവണ ഈ പുറത്തേക്ക് നിർത്തി. എന്തായാലും ഇവിടെ അത്യാവശ്യം വണ്ടിയുണ്ട്, ഏകദേശം ഒരു 5-6 വണ്ടികളുണ്ട്. പക്ഷേ എനിക്ക് എന്നിട്ട് നേരെ നാട്ടിലോട്ട് പോവുക. ഇരൊറ്റ പരിപാടികളും വേറൊരു സംഗതിയില്ല. ഇനി ഇവിടെ സ്റ്റേക്കുള്ള സംഗതികളൊക്കെ ഉണ്ട്. സുഖമായിട്ട് സ്റ്റേ ഒക്കെ അടിക്കാം. നല്ല വലുതാണ്. സമൃദ്ധി കംഫോർട്ട്സ്. എന്തായാലും അവിടെ നമുക്ക് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടൊന്നും സ്റ്റേ ഒന്നുമില്ല. നേരെ നാട്ടിൽ പോവാം. നാട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തടുത്ത പരിപാടി നോക്കാം. ഭക്ഷണം കഴിക്കലേക്ക് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഉള്ളിൽ റീൽസ് എടുക്കാനുള്ള ഓ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ കപ്പ് പോയതാണ് മറ്റേ ഒട്ടിക്കാതെ. അപ്പോൾ ഇനി നമുക്ക് നേരെ നാട്ടിലേക്ക് വയനാട് വഴി സ്ട്രൈറ്റ് ടു ഷൊർണൂർ. അവിടെ നേരെ നമ്മൾ തൃശ്ശൂർ പോകുന്നു. ഷോപ്പിൽ അങ്ങനെ വിശേഷങ്ങൾ.
ഗൈസ് നമ്മളങ്ങനെ ആൾക്കാരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് പേരും കൂടെ ഇറക്കാണ്ട് നമ്മൾ ഷൊർണൂരെത്തി. സമയം ഏകദേശം 8:30 സമയം. അപ്പോൾ നമുക്കിനി പോകണ വഴിക്ക് ബാക്കി വിശേഷങ്ങൾ നേരെ വർക്ക്ഷോപ്പ് പോവാണ്. വർക്ക്ഷോപ്പിൽ കുറച്ച് പരിപാടികളുണ്ട്. അതായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോ നിങ്ങൾ വരുമ്പോൾ സൈനിങ്ങും ഓക്കെ. എന്തായാലും അടുത്തൊരു സെറ്റാക്കാം. നമ്മളെന്തായാലും കലാമണ്ഡലം എത്തിയിട്ട് ഇവിടെ നവകേരള സദസ്സിൻ്റെ തിരക്കാണ് മൊത്തം. അതിൻ്റെ മുമ്പ് വർക്ക്ഷോപ്പ് വ്ളോഗ് ഉണ്ട്. ഓൾ സെറ്റ്.